ാണ് ജില്ലാ കളക്ടറുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. മൂന്നാറിലെ ഫലപ്രദമായ മാലിന്യ സംസ്കരണത്തിന് വേണ്ടുന്ന പദ്ധതികളുമായി മുമ്പോട്ട് പോവുകയാണെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മലപ്പുറം വണ്ടൂർ അമ്പലപ്പടിയിൽ റോഡരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. എക്സൈസ് ഇൻസ്പെക്ടർ PK മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. തിരുവനന്തപുരം അരുവിക്കര ഡാം ഡീസിൽട്ടേഷൻ പദ്ധതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഡാമിന്റെ സംരക്ഷണ ശേഷി 30% വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും കേരളത്തിലെ മറ്റ് ഡാമുകളിലും ഡീസിൽട്ടേഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ആയിരം കോടിയും കടന്ന് അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 ദി റൂൾ. ഇതോടെ ഏറ്റവും വേഗത്തിൽ 1000 കോടി നേടുന്ന ഇന്ത്യൻ ചിത്രമായി പുഷ്പ 2 മറികടന്നത് ബാഹുബലി, ദംഗൽ, RRR, KGF തുടങ്ങിയ ചിത്രങ്ങളുടെ കളക്ഷൻ റെക്കോർഡുകൾ. മലപ്പുറം കുളമംഗലം പത്തായപ്പുര റോഡ് നവീകരണം നടത്തി. ഉദ്ഘാടനം ഡിവിഷൻ കൌൺസിലറും നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ റൂബി ഖാലിദ് നിർവഹിച്ചു. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് തൃശൂർ പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി കാർഡ് നിർമ്മാണ മത്സരം സംഘടിപ്പിച്ചു. കുട്ടികൾ നിർമ്മിച്ച കാർഡുകളുടെ പ്രദർശനം PTA പ്രസിഡന്റ് RH ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരി നഗരസഭയുടെ സമഗ്ര പച്ചക്കറി പ്രോത്സാഹന പദ്ധതി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ പഴുവിൽ ഫെറോന മാതൃവേദി മാതൃസംഗമം സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വെച്ച് നടന്ന യോഗം പഴുവിൽ ഫെറോന വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കുന്നത്തുകാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ബഹുനില മന്ദിരം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. NHM ആരോഗ്യ കേരളം 2021-2022 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മന്ദിരം നിർമ്മിച്ചത്. ചടങ്ങിൽ CK ഹരീന്ദ്രൻ MLA അധ്യക്ഷനായി. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലയുടെ ജില്ലാ സമ്മേളനം പൂക്കോട്ടുംപാടം ഗ്ലാമോറ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ സാമ്പത്തിക വിഭാഗം ഉപാധ്യക്ഷൻ മൗലാന T അമറുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ കഴിഞ്ഞ 1.5 വർഷമായി വീടെന്ന സ്വപ്നവുമായി കഴിയുന്ന ഒരു കുടുംബമുണ്ട്. ലൈഫ് ലൈൻ പദ്ധതി വഴി വീടിന് അപേക്ഷിച്ചെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നും അനുകൂല മറുപടിയില്ല.